CUET PGയുടെ എക്സാം ഡേറ്റ് വന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഏകദേശം 18 മാർച്ചിനായിരിക്കും ഈ ഒരു എക്സാം NTA കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എങ്ങനെ നമുക്ക് ഈ മാർച്ച് 18-ന് മുന്നേ CUETക്ക് വേണ്ടിയിട്ട് സെറ്റ് ആകാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ സിലബസിൻ്റെ കാര്യം തന്നെയാണ്. അപ്പോൾ സിലബസിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം 7 സെക്ഷൻസ് ആണ് നമ്മുടെ സിലബസിലുള്ളത്. റിയൽ അനാലിസിസ്, അതുപോലെ തന്നെ ആൾജിബ്ര, കോംപ്ലക്സ് അനാലിസിസ്, വെക്റ്റർ കാൽക്കുലസ്, ഇൻ്റഗ്രൽ കാൽക്കുലസ്, LPP തുടങ്ങിയിട്ട് ഒരു 7 സെക്ഷൻസ് അല്ലെങ്കിൽ 7 ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ മുന്നിൽ ഇനി എത്ര സമയമേ ഉള്ളൂ? ആകെ ജനുവരിയും ഫെബ്രുവരിയും മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഇനി മാർച്ച് നമുക്ക് റിവിഷൻ പർപ്പസിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലേ? മാർച്ച് 18-നൊക്കെ ആയിരിക്കും എക്സാം ഉണ്ടാവുക. അപ്പോൾ നമുക്ക് മാർച്ച് റിവിഷൻ പർപ്പസിന് വേണ്ടിയേ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ മുന്നിൽ 2 മാസം ജനുവരിയും ഫെബ്രുവരിയും. അപ്പോൾ ഈ ഒരു ജനുവരിയിലും ഫെബ്രുവരിയിലും എന്തെല്ലാം ടോപ്പിക്സ് നമ്മൾ പഠിക്കണം, എങ്ങനെ നമ്മൾ സെറ്റ് ആവണം എന്ന കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് CUETയിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം റിയൽ അനാലിസിസും അതേപോലെ ആൾജിബ്രയും. അത് രണ്ടും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു എക്സാമിന്. അപ്പോൾ റിയൽ അനാലിസിസ് തന്നെ നമുക്കറിയാം, അവിടെ നമുക്ക് ഫങ്ഷൻസ് ഓഫ് 1 വേരിയബിൾ, ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾ, സീക്വൻസ് ആൻഡ് സീരീസ്, ഈ 3 ടോപ്പിക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ടോപ്പിക്സിന് നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് പഠിക്കുക. അതേപോലെ നമുക്കറിയാം ആൾജിബ്ര എന്ന് പറയുമ്പോൾ അതിൽ ലീനിയർ ആൾജിബ്രയും ഉണ്ട്, മോഡേൺ ആൾജിബ്രയും ഉണ്ട്. ഈ 2 ടോപ്പിക്സും നിങ്ങൾ എന്ത് ചെയ്യണം? ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കണം. അപ്പോൾ ലീനിയർ ആൾജിബ്രയിൽ നമുക്കറിയാം മെട്രിക്സ്, അതുപോലെ വെക്റ്റർ സ്പേസ്, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത്. അതേപോലെ നമ്മൾ മോഡേൺ ആൾജിബ്രയിൽ വരുമ്പോൾ ഗ്രൂപ്പിനൊക്കെ എന്ത് ചെയ്യണം? ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ടോപ്പിക്സിനാണ് നിങ്ങൾ ഈ ഒരു എക്സാമിന് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുള്ളത്. സോ ഈ ടോപ്പിക്സും അതേപോലെ കോംപ്ലക്സ് അനാലിസിസും നിങ്ങൾ ജനുവരിയിൽ സെറ്റാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജനുവരി നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾക്ക് ജനുവരി നല്ലൊരു മാസമായിരിക്കും. പിന്നെ നമുക്കുള്ളത് ഫെബ്രുവരിയാണ് നമ്മുടെ മുന്നിൽ. അപ്പം നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്സ് ആരൊക്കെയാണ്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇൻ്റഗ്രൽ കാൽക്കുലസ്, വെക്റ്റർ കാൽക്കുലസ്, അതേപോലെ LPP. ഈ ടോപ്പിക്സ് ഒക്കെ നമ്മൾ എവിടെ പഠിക്കുക? ഫെബ്രുവരിയിൽ പഠിക്കുക. അപ്പോൾ നമുക്ക് 2 മാസം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ നമ്മൾ ഇതൊക്കെ സെറ്റായിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് മാർച്ചിനെ പൂർണ്ണമായും റിവിഷൻ പർപ്പസിന് യൂസ് ചെയ്യാം. അപ്പോൾ മാർച്ച് നമ്മൾ റിവിഷന് വേണ്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാർച്ച് 18-നാണ് എക്സാം എങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുകയാണെങ്കിൽ അത് നിങ്ങളെ നല്ല രീതിയിൽ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുന്നതിൽ നിങ്ങളെ സഹായിക്കും കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഒരു ടോപ്പ് സ്റ്റേറ്റ് അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കണം തന്നെയാണ് ആഗ്രഹം അല്ലേ? നമ്മൾ കഴിഞ്ഞ വർഷത്തെ മെഗാ ക്രാഷ് കോഴ്സ് വഴി ഒരുപാട് പേര് ഇങ്ങനെയുള്ള ടോപ്പ് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സോ ഈ വർഷത്തെ മെഗാ ക്രാഷ് കോഴ്സ് 4.0 നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. ഞാൻ ആ ഒരു കോഴ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി 1-ലായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? അഡ്മിഷനൊക്കെ എടുത്ത് സെറ്റായിരിക്കുക. അപ്പം നമുക്ക് ജനുവരി തൊട്ടിട്ട് നമ്മുടെ CUETക്കുള്ള യാത്ര തുടങ്ങേണ്ടതായിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു CUET ജേർണി സ്റ്റാർട്ട് ചെയ്യണം. ജനുവരി 1-ന് നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. സോ മെഗാ ക്രാഷ് കോഴ്സ് 4.0 നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? CUETക്ക് നല്ല റാങ്ക് തന്നെ മേടിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നല്ല റാങ്ക് മേടിക്കാൻ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.